ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലം കാണാൻ പോവുകയാണ്. ശരിക്കും അതൊക്കെ കാണേണ്ട കാഴ്ചയാണെന്ന് തന്നെ പറയാം. കിഡ്ഡു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത് വേറൊരു സ്ഥലത്തിലോട്ടാണ്. പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ടത് എന്തായാലും കിഡ്ഡുവാണ് കേട്ടോ. ഖത്തറിൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം ഇറങ്ങുന്ന സമയത്ത് ചെറിയ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ശരിക്കും നമുക്കൊരു നീറ്റൽ പോലെയൊക്കെ ആയത് കാരണം കുറച്ച് വൈകിട്ടാണ് ഇറങ്ങാറ്. അങ്ങനെ ഞങ്ങൾ എഡ്യൂക്കേഷൻ സിറ്റിയിലോട്ടാണ് ഫസ്റ്റ് എൻ്റർ ആയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഞാൻ ഈ എഡ്യൂക്കേഷൻ സിറ്റിയിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയായിരിക്കും, ശരിക്കും ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്താപ്പോൾ കാണാനുള്ളത് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ചോദ്യം. ഇക്കി മോനും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നടന്നു പോകുന്നത്. ഞങ്ങൾ പതുക്കെ നടന്നു പോവുകയാണ് വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് കയറിയതും ആദ്യം ലൈബ്രറിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ലൈബ്രറിയിൽ കയറാണ്ട് നേരെ വന്നത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് കാറ്റുകൊണ്ടിരിക്കണമെങ്കിൽ പറഞ്ഞാൽ അവിടെ കുന്നുകൾ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഇരുന്ന് നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാർക്ക് അന്വേഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മോസ്റ്റ്ലി ഇവിടെ കുറച്ച് ഫേമസ് ആയ പാർക്കായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഏകദേശം അടുത്തായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ കയറിയത് കേട്ടോ. ഫസ്റ്റ് ഈ എഡ്യൂക്കേഷൻ സിറ്റിൻ്റെ ഉള്ളിൽ കണ്ടത് മോസ്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ മോസ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറിൽ സെറ്റ് ചെയ്ത ഒരു മോസ്കായിരുന്നു കേട്ടോ. പിന്നെ നിസ്കരിക്കാനുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കരിക്കാൻ സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മോസ്കിലോട്ട് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾക്കവിടെ ചോദിച്ചത്. നമ്മുടെ പല പള്ളികളിലും അങ്ങനെ കയറാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു ഇവിടെ കയറാം, നിസ്കാര സമയത്ത് നിസ്കരിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നോക്കുമ്പോൾ ശരിക്കും കിഡ്ഡുമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. കയറിയത് നല്ല അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ ഒരു മൊത്തം ബിൽഡിങ് ചെയ്തതിൽ നിറയെ അറബി ലെറ്റേഴ്സ് കൊണ്ടിട്ടാണ് കേട്ടോ ഈ ചുമര് മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിനെ മൊത്തം കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എന്താ പറയുക സൂറത്തുകളും അങ്ങനെ അതുകൊണ്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡുവായിരുന്നു സംഭവം. നേരിട്ട് കാണാൻ ഈ ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചിലരൊക്കെ ഈ പ്ലേസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് കേട്ടോ. അവരിനെ എടുക്കുന്നതിനേക്കാളും ഈ ഒരു പ്ലേസാണ് കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടത്. അപ്പം നമ്മളും ആളില്ലാത്ത ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ, ഗ്യാപ്പ് നോക്കിയിട്ടാണ് പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവിടെ ഒരു നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് തന്നെ ഏകദേശം ഒരു നല്ലൊരു സമാധാനം സന്തോഷം എന്തൊക്കെയോ ആയിരുന്നു. അങ്ങനെ കിഡുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. പിന്നെ അവർ നിസ്കരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ ഇറങ്ങുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി അവസാനിച്ചു, ഇനി വീട്ടിലോട്ടാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇറങ്ങിപ്പോണത് കേട്ടോ. പക്ഷേ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് കാത്തു വെച്ചത്. ഇതല്ല ഇനിയും കാണാനുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഞാൻ വലിയ കാര്യത്തിൽ ബൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങണത്, വീഡിയോ അവസാനിച്ചു എന്നുള്ള മട്ടിൽ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഫോട്ടോസ് എടുക്കാനുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മുടെ ക്യാമറയിൽ നമ്മളെ കറുത്ത പോലെ അറിയണ പറഞ്ഞിട്ട് അത് വേണ്ട വെച്ചോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ട്രാമിൽ കയറാൻ പറഞ്ഞു. കുറച്ച് ദൂരം നമുക്കൊന്ന് പോയിട്ട് റിട്ടേൺ വരാം. ഫുള്ളായി കാണാനുള്ള ടൈമില്ല, സമയമായിട്ടുണ്ടായിരുന്നു. ഏകദേശം 9-10 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇത്ര നേരമായിട്ടും ലൈബ്രറി ആയാലും എല്ലാവിടെയായാലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരാൾക്കാരും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ട്രാമിൽ കയറി കുറച്ച് ദൂരം ഒന്ന് പോയുള്ളൂ. 2-3 സ്റ്റോപ്പൊക്കെ പോയി. അതിന് ശേഷം നേരെ റിട്ടേൺ വന്നു. അപ്പോൾ ട്രാവൽ കയറിയ സമയത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഏതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എടുത്തതെന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറക്റ്റായി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു റിട്ടേൺ എവിടെയാണ് ഇറങ്ങേണ്ടത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അതിൽ കയറാനുള്ള സന്തോഷം കൊണ്ട് കയറിയിരുന്നു എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ നേരെ കയറിയിട്ട് റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ പറയാം. അത് കഴിഞ്ഞ ശേഷം എന്നാൽ ലൈബ്രറിയും കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ലൈബ്രറി കയറിയപ്പോൾ എൻ്റെ കണ്ണങ്ങോട്ട് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം. അത്രയധികം ബുക്സ് എന്തിനെക്കുറിച്ചാണ് ചോദിച്ചു പറഞ്ഞാൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും അത്രയധികം ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ബുക്ക് ഉണ്ടായിരുന്നത്. അതന്നെ നമുക്ക് കണ്ടു കഴിയാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ബുക്സ് എടുക്കണം പറഞ്ഞാൽ നമുക്ക് ആ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വേണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ വന്നപ്പോഴാണ് സമയം വൈകിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇവിടെ ഒരു ഖുർആൻ്റെ എന്താ പറയുക എക്സ്പോ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഡുവാണ് സംഭവം. എന്തായാലും ഞാൻ അവിടെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓടി നടന്ന് നോക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു.
പണ്ട് കാലത്ത് എഴുതിയ ഖുർആനിൽ ലിപികളും പിന്നെ ഇലയിൽ എഴുതിയതും അങ്ങനെ പലതരം നമ്മുടെ ഖുർആൻ്റെ ശേഖരണമാണെന്ന് പറയാം. പിന്നെ പണ്ട് കാലത്ത് ഖുർആൻ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകളും ഇങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവം കിട്ടുമായിട്ട് അവിടെ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാ. ഇതാ കണ്ടോ, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപികളും അച്ചുകളൊക്കെയാണ് ഖുർആൻ എഴുതാനും വരയ്ക്കാനും ചിത്രങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.